ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശാലിനി തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ശാലിനി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ശാലിനിയെ സ്വീകരിക്കുവാനായി കുറുപ്പ് മാഷും ശാന്തേച്ചിയും രാജിയും ഒക്കെ അവിടെ കാത്തുനിന്നു. അതോടൊപ്പം ശാരിക തന്റെ പ്രിയപ്പെട്ട അനുജത്തി കളക്ടറായി ചുമതലയേറ്റതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം അവളെ നേരിൽ കാണുന്ന ആ ആശ്ചര്യത്തോടെയും അതിശയത്തോടെയും അവിടെ കാത്തു നിൽക്കുകയാണ് ശാരിക. ഈ സമയത്ത് ശാലിനി അവിടെ വീട്ടുപടിക്കലേക്ക് വരുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ കൃത്യമായി കുറുപ്പുമാഷ് ശാന്തയോട് ചോദിച്ചു, അല്ല ശാന്തെ, ശാരദാമ്മ എവിടെ? ശാരദാമ്മയെ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും ശാരദാമ്മ പൂജാമുറിയിലെത്തി തന്റെ ദേവിയോട് നന്ദി പറയുകയാണ്. തന്റെ മകൾക്ക് ആ സ്വപ്ന തുല്യമായിട്ടുണ്ടായിരുന്ന ആ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ ആ സന്തോഷം, അവസാനം അവൾ തന്റെ നാട്ടിലേക്ക് തന്നെ, ഈ നാടിന്റെ തന്നെ കളക്ടറായി അവൾ വന്നെത്തിയതിന്റെ ആ സന്തോഷം, അതെല്ലാം ദേവിയോട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കൈതൊഴുത് നിൽക്കുകയാണ് ശാരദാമ്മ. അപ്പോഴാണ് വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്ത് പോലീസുകാരുടെ തന്നെ അകമ്പടിയോടെ അവരുടെ ജീപ്പിൽ തന്നെ വിഷ്ണുവിനെ കൃത്യമായി സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്നെത്തിച്ചു. സത്യാമ്മയുടെ വീട്ടുപടിക്കലേക്ക് വിഷ്ണുവിനെ ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ മുകളിൽ മട്ടുപ്പാവിലിരുന്ന ശ്യാമയും പാറുക്കുട്ടിയും പെട്ടെന്ന് വിഷ്ണുവിനെ ജീപ്പിൽ കൊണ്ടുവന്ന് പോലീസുകാർ അവിടെ ഇറക്കി വിടുന്ന കാഴ്ച കണ്ടതോടെ മുകളിൽ നിന്ന് പാറുക്കുട്ടി ആ കാഴ്ച കണ്ടു. അമ്മയെ വല്യച്ഛൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടി മോള് താഴേക്ക് ഓടിയെത്തുന്നു. അങ്ങനെ വിഷ്ണുവിനെ കണ്ട സന്തോഷത്തിൽ പാറുക്കുട്ടി വാതുക്കലേക്ക് ഓടിയെത്തിയതും പോലീസുകാർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വിഷ്ണു കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് മോളെ കയ്യിലെടുത്ത് പിടിച്ച് നേരെ വീട്ടിലേക്ക് കയറി വന്നു. ഈ കാഴ്ച കണ്ട് സത്യാമ്മയും രാഘവൻ നായരും എല്ലാം അതിശയത്തോടെ നോക്കി. ഇതെന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ സോമശേഖരൻ എന്ന ആ പോലീസുകാരൻ കൂടി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സത്യാമ്മേ, നിങ്ങളുടെ പേരിലുണ്ടായിരുന്ന തോക്കിന്റെ ലൈസൻസ് അത് വീണ്ടും പുതുക്കി തന്നിരിക്കുന്നു. പുതിയ കളക്ടർ അങ്ങനെ ഒരു സഹായം നിങ്ങൾക്ക് നൽകി. നിങ്ങളുടെ ഈ തോക്കിന്റെ ലൈസൻസ് പുതുക്കിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ആ തോക്ക് തിരികെ നൽകുകയും ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത വിഷ്ണുവിനെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണെന്നും കളക്ടറുടെ തന്നെ മുൻകൂർ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് എന്നും അറിയിച്ചു. അതെല്ലാം കേട്ട് എല്ലാവരും ആകെ ആശ്ചര്യപ്പെട്ട് അങ്ങനെ നിന്നു. അപ്പോഴേക്കും പോലീസ് ചീഫ് അവിടെ നിന്ന് പോയതിനു ശേഷം വിഷ്ണുവിനെ ഇങ്ങനെ സഹായിക്കാൻ അത് ആരായിരിക്കും എന്നതായിരുന്നു രാഘവൻ നായരുടെ ആലോചന. രാഘവൻ നായർ പെട്ടെന്ന് ചോദിച്ചു, അല്ല, ഇതാരാ ഈ പുതിയ കളക്ടർ? നമ്മളോട് ഇത്രത്തോളം അനുഭവമുള്ള ഈ പുതിയ കളക്ടർ ആരാണ് എന്ന് രാഘവൻ നായർ സംശയത്തോടെ അന്വേഷിച്ചു. സത്യഭാമയും രാഘവൻ നായരുടെ അതേ സംശയം മനസ്സിലൊതുക്കി അങ്ങനെ ആശ്ചര്യത്തോടെ കേട്ടുന്നു. അപ്പോഴാണ് ശാലിനി ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിന് മുന്നിലേക്ക് കാറിൽ വന്നിറങ്ങിയത്. ശാലിനി കാറിൽ നിന്ന് ഇറങ്ങിയതും ശാലിനി മോള് വന്നല്ലോ എന്ന് പറഞ്ഞ് കുറുപ്പ് മാഷ് കളക്ടറെ സ്വീകരിക്കാനായി വേഗം വാതിക്കലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ശാരിക തന്റെ അനുജത്തിയെ വരവേൽക്കാൻ നേരത്തെ തന്നെ അവിടെ റെഡിയായി കാത്തു നിന്നിരുന്നു. അവിടേക്ക് ശാലിനി തന്റെ കുഞ്ഞുമായി ആ വീട്ടിലേക്ക് വന്നിറങ്ങിയത്. കാറിൽ നിന്ന് ശാലിനി ഇറങ്ങിയതും ഉടനെ ശാരിക ചോദിച്ചു, അല്ല, നീ തനിച്ചേ ഉള്ളോ? മോൾ എവിടെ എന്ന് അന്വേഷിച്ചതും ഉടനെ ശാരിക ചോദിച്ച ചോദ്യം കേട്ട് ശാലിനി വേഗം കാറിലേക്ക് നോക്കി വിളിച്ചു, മോളെ സത്യഭാമയെ. ആ വിളി കേട്ടുകൊണ്ട് പുഞ്ചിരിയോടെ ഒരു കുഞ്ഞ് കുസൃതി കൊടുക്ക ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ആ ചിരി കണ്ട് ആ ചിരിയിൽ അങ്ങനെ മയങ്ങി അങ്ങനെ നിൽക്കുമ്പോ കുറുപ്പ് മാഷും മറ്റെല്ലാവരും വലിയ സന്തോഷത്തിലായി. അപ്പോഴേക്കും ശാലിനി അവിടേക്ക് എത്തിയെന്ന് അകത്തു നിന്ന് കേട്ട ശാരദാമ്മ മകളെയും കുഞ്ഞിനെയും സ്വീകരിക്കാനായി വേഗം പുറത്തേക്ക് ഓടിയെത്തി. ശാലിനിയും കുഞ്ഞും പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി അങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുക്കുന്നു. എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് ശാലിനിയെയും കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ അമ്മ മകളെയും പേരക്കുട്ടിയും ചേർത്ത് പിടിച്ച് വളരെ അഭിമാനത്തോടെ തന്റെ വീട്ടിലേക്ക് കയറണം. നാട്ടുകാരെല്ലാവരും ശാലിനി ഈ കളക്ടറായി വന്നതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ വിശേഷങ്ങൾ 100 കൂട്ടം ചോദിക്കാനുണ്ടായിരുന്നിട്ടും അതൊന്നും ചോദിക്കാതെ പരസ്പരം ഒറ്റ നോട്ടത്തിലൂടെ എല്ലാം പറയുന്നത് എല്ലാം ആ നോട്ടത്തിൽ മാത്രം ഒളിപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും. അവസാനം അമ്മയുടെയും മകളുടെയും ആ സ്നേഹവും അവർക്കിടയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിയ മറ്റുള്ളവരെല്ലാം അവര് ശാലിനിയെ കണ്ടതിന്റെ സന്തോഷത്തിൽ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ശാരിക അനുജത്തിയോട് വിശേഷങ്ങൾ ചോദിക്കുകയും തന്റെ അനുജത്തിയുടെ കുഞ്ഞിനെ താലോലിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ശാലിനിയോട് ശാരദാമ്മ ചോദിച്ചു, മോളെ, നീ ഇവിടെ വന്ന വിവരം വിഷ്ണുമോൻ അറിഞ്ഞോ?
നീ സത്യാമ്മയെ കണ്ടോ? ആ വീട്ടിലേക്ക് പോയോ? ഇതെല്ലാം കേട്ടതും ശാലിനി പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ആരെയും അറിയിച്ചിട്ടില്ല. ഞാനാണ് ഇവിടുത്തെ പുതിയ കളക്ടർ എന്നുള്ള വിവരം ആർക്കും അറിയുകയുമില്ല. എന്നോട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തൽക്കാലം ആരും അറിയണ്ട. ഇക്കാര്യം ആരെയും അറിയിക്കാതെ എല്ലാവരും നോക്കുകയും ചെയ്യണമെന്ന് ശാലിനി ശാരികയോടും ശാരദാമ്മയോടും ഒക്കെ ഓർമ്മിപ്പിച്ചു. ശാരദാമ്മ, എന്നാലും മോളെ, ഇതിനി ഇങ്ങനെ മുന്നോട്ട് പോകണോ? ഇങ്ങനെ അങ്ങ് പോയാൽ വിഷ്ണുമോൻ മോളെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അമ്മേ, എനിക്കും ഒരാളെ കൂടി കാണാനുണ്ട്. പക്ഷേ വിഷ്ണുവേട്ടനെ എനിക്ക് നേരിട്ട് പോയി കാണാൻ കഴിയില്ല. ഞാൻ സത്യാമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. അതെങ്കിലും എനിക്ക് പാലിക്കണം അമ്മേ എന്ന് ശാലിനി അറിയിച്ചു. അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടനെ എപ്പോഴെങ്കിലും കാണാൻ എനിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. തൽക്കാലം ഞാൻ മോളെ ഇവിടെ നിർത്തി ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് ശാലിനി വേഗം കാറിൽ കയറി. ശാലിനി അവിടെ നിന്ന് പുറപ്പെട്ടു. ശാലിനി പോകുന്നത് നോക്കി വളരെ സന്തോഷത്തോടെ ശാരദാമ്മ നിൽക്കുകയും പേരക്കുട്ടിയോട് വിശേഷം ചോദിച്ചുകൊണ്ട് കുഞ്ഞുമായി അകത്തേക്ക് കയറി. ശാലിനി ഈ സമയത്ത് അതുവഴി കാറിൽ യാത്ര തുടരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ഒരു ജീപ്പ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ടു. ആ കാഴ്ച കണ്ടതും വേഗം അവിടേക്ക് ശാലിനി തന്റെ ഡ്രൈവറോട് വണ്ടി നിർത്താനായി പറയുകയും ആ വണ്ടിക്ക് എന്താ സംഭവിച്ചെന്ന് പോയി ചോദിക്കണമെന്നും ഞാനാണെന്ന് പറയണ്ട, മറിച്ച് നിങ്ങൾക്ക് വണ്ടി നന്നാക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ അത് ശരിയാക്കി കൊടുക്കണമെന്നും ശാലിനി ഡ്രൈവറോട് അറിയിച്ചു. ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. സർ, എന്താ പറ്റിയത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഒന്ന് നോക്കട്ടെ, എനിക്കിത് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞതും എന്നാ ശരി, ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ കാറ് പരിശോധിക്കാനായി ആ ഡ്രൈവറെ ഏൽപ്പിച്ചു. അയാൾ അത് നോക്കിയതും പെട്ടെന്ന് അതിലെന്തോ മിസ്സിംഗ് ഉണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം അയാൾ വേഗം അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. സർ, ഇപ്പൊ ഓക്കെ ആയി എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു, താങ്ക് യു എന്ന് പറഞ്ഞ് വിഷ്ണു പോകാനായി തുടങ്ങുമ്പോ അദ്ദേഹത്തോട് നന്ദി പറയുമ്പോ ആ ഡ്രൈവർ പറഞ്ഞു, നന്ദി എന്നോടല്ല പറയേണ്ടത്, അത് ആ മേഡത്തോടാണ് എന്നറിയിച്ചു. ഉടനെ ആരാ? ഞാൻ പോയി പറയാം. എവിടെയാ മേഡം, എവിടെയാണ് എന്ന് വിഷ്ണു അന്വേഷിച്ചു. ഉടനെ തന്നെ ആ ഡ്രൈവർ ആ കാറിലാണ് എന്ന് പറഞ്ഞ് ശാലിനി ഇരിക്കുന്ന കാറ് ചൂണ്ടിക്കാണിക്കുന്നു. ഉടനെ തന്നെ ശാലിനിക്ക് അരികിലേക്ക് വിഷ്ണു നടന്നു. നന്ദി പറയാനായി വിഷ്ണു ശാലിനിക്ക് അരികിലേക്ക് അങ്ങനെ നടന്നു വരുമ്പോ കാറിന്റെ സൈഡ് മിററിലൂടെ ശാലിനിക്ക് അരികിലേക്ക് വിഷ്ണു നടന്നെടുക്കുന്ന കാഴ്ച ശാലിനി കാണാനിടയായി. അത് കണ്ടതോടെ ശാലിനിക്കാകെ പരിഭ്രാന്തിയായി. ശാലിനി ആകെ ടെൻഷനോടെ, ദൈവമേ, വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക എന്നോർത്ത് ആകെ വിഷമിച്ചു. ശാലിനി അങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോ ഉടനെ തന്നെ ശാലിനിക്ക് നേരെ വിഷ്ണു ആ കാറിനരികിലേക്ക് എത്താറായ സമയത്ത് പെട്ടെന്ന് പിന്നിൽ നിന്ന് വിഷ്ണുവിനെ വിളിച്ചു. ഹലോ സാറേ, ഇതൊന്ന് എടുത്ത് മാറ്റാവോ എന്ന് ചോദിച്ചു. ഉടനെ വിഷ്ണു പെട്ടെന്ന് പിന്നിലേക്ക് നോക്കിയതും ഒരു എഞ്ചിനീയർ അവിടേക്ക് എത്തി പറഞ്ഞു, സാർ, ഇവിടെ അത്യാവശ്യമായിട്ട് ഈ റോഡില് ഉടനെ മിനിസ്റ്റർ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ വഴിയൊക്കെ ഒന്ന് ഫ്രീ ആക്കി നിർത്തണം സാറേ, വണ്ടി ഒന്ന് എടുക്കുവോ എന്ന് ചോദിച്ചതും അതിനെന്താ, ഇപ്പൊ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരികെ ശാലിനിക്കരികിലേക്ക് പോരാമെന്നോർത്ത് അയാൾ വേഗം വിഷ്ണു കാറുമായി മാറ്റിയിടാൻ തുടങ്ങുമ്പോ ഈ തക്കം കണ്ട് വേഗം തന്റെ ഡ്രൈവറോട് ശാലിനി കാർ എടുക്കാനായി അറിയിച്ചു. ശാലിനി പറഞ്ഞതനുസരിച്ച് അയാൾ കാറും എടുത്ത് അവിടുന്ന് മടങ്ങി. ശാലിനി കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ വിഷ്ണു ശാലിനി നിന്ന അല്ലെങ്കിൽ തന്നെ സഹായിച്ച ആ മേഡത്തിനോട് നന്ദി പറയാനായി നോക്കിയതും ആ മേഡത്തിന്റെ കാർ അവിടെ കാണുന്നില്ലെന്ന് ശാലിനി നിന്നിരുന്നിടത്ത് ആ കാറില്ല എന്ന് മനസ്സിലാക്കിയ വിഷ്ണു തൽക്കാലം ഇത്ര വേഗം ഇത് എവിടെ പോയി എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ശാലിനി കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ആലോചിച്ചു. വിഷ്ണു കാറ് ബ്രേക്ക് ഡൗൺ ആയതിന്റെ നിരാശയിൽ അത് നന്നാക്കാനായി ശ്രമിച്ചപ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഒരു കർച്ചീഫ് താഴെ വീണത് ശാലിനി കണ്ടിരുന്നു. ആ കർച്ചീഫ് വിഷ്ണു മറന്നു പോയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ശാലിനി ഇതിനോടകം വിഷ്ണു അവിടുന്ന് പോയിട്ടുണ്ടെന്നും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ കാണാനായിട്ട് വിഷ്ണു പോയതുകൊണ്ട് തന്നെ ഈ സമയത്ത് വിഷ്ണുവിന്റെ അരികിലേക്ക് പോകാൻ ശാലിനിക്ക് ഇപ്പോഴും സത്യാമ്മയുടെ അനുമതിയില്ലാത്തതിനാൽ ശാലിനി വിഷ്ണുവിനെ കണ്ടതിന്റെ സമാധാനത്തിലും വിഷ്ണുവേട്ടന്റെ ആ കർച്ചീഫെങ്കിലും തനിക്ക് സ്വന്തമായിട്ട് വേണമെന്ന ആഗ്രഹത്തിലും ശാലിനി വേഗം വിഷ്ണുവിന്റെ കർച്ചീഫ് വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് ആ ബ്രേക്ക് ഡൗൺ ആയി കിടന്ന വണ്ടി നിന്ന സ്ഥലത്തേക്ക് പോകാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഉടനെ ഡ്രൈവർ വേഗം വണ്ടി തിരികെ അവിടെ എത്തിച്ചേർന്നു. അപ്പോഴാണ് വഴിയിൽ കിടക്കുന്ന കർച്ചീഫ് ശാലിനി കണ്ടത്. വേഗം ചെന്ന് ശാലിനി ആ കർച്ചീഫ് എടുത്ത് തിരികെ കാറിൽ കയറി വണ്ടി വിട്ടോളാനായി ഡ്രൈവറോട് പറയുന്നു. പിന്നീട് ശാലിനി അതുമായി പോകുന്നു. പിറ്റേ ദിവസം ശാലിനി ക്ഷേത്രത്തിൽ തൊഴാനായി എത്തി. ശാലിനിയുടെ മകളും രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനായി റെഡിയായി.
ക്ഷേത്രത്തിലേക്ക് പോകാൻ ശാരദാമ്മയോട് യാത്ര പറഞ്ഞ് ശാലിനി ശാരദാമ്മയുടെ അരികിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും കുഞ്ഞ് ഇന്നത്തെ ദിവസം സ്കൂളിൽ പോവുകയാണെന്നും ഇന്ന് ഇവിടെ മുതൽ ഇവിടെയാണ് ഇനി മോള് പഠിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ശാലിനി സത്യഭാമ എന്ന തന്റെ മകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. അതെല്ലാം കേട്ടതിന് ശേഷം സത്യാമ്മയെ പോലെ തന്നെ വളർന്നു വരുന്നതിന് വേണ്ടി ആ ആഠ്യത്വത്തോടെയും ആ പ്രൗഢിയോടെയും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവളായിട്ടും വളർന്നു വരാനായി തന്റെ മകളെ അതിന് പ്രാപ്തിയാക്കി കൊണ്ടുവരുന്ന ശാലിനിയുടെ പ്രവൃത്തികൾ കണ്ട് ശാരദാമ്മ സന്തോഷത്തോടെ നോക്കുന്നു. ശാരദാമ്മ മോള് സ്കൂളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ മുത്തശ്ശിക്കറിയില്ലേ, ഞാൻ സ്കൂളിൽ നേരത്തെ പോയിരുന്ന സ്ഥലത്തുനിന്ന് അമ്മയ്ക്ക് ഇങ്ങോട്ട് മാറ്റം വന്നതുകൊണ്ട് ഇനി എനിക്ക് ആ സ്കൂളിൽ പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ പുതിയ സ്കൂളിലാണ് ഞാൻ പോകുന്നത്. അയ്യേ, അതുപോലും അറിയത്തില്ലാത്ത പാവം മുത്തശ്ശി എന്ന് പറഞ്ഞ് ശാരദാമ്മയെ മോള് കളിയാക്കുമ്പോൾ ശാരദാമ്മ അതെല്ലാം ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നു.